നമസ്കാരം. വേളിമലയിൽ വാഴുന്ന കുമാരസ്വാമി ക്ഷേത്ര വിശേഷങ്ങളൊന്ന് കണ്ടാലോ? എവിടെ മലയുണ്ടോ അവിടെയെല്ലാം മുരുകസ്വാമി ക്ഷേത്രം കാണാം. അതിൽ പ്രസിദ്ധമായ ഒന്നാണ് വേളിമലയിൽ വാഴുന്ന കുമാരസ്വാമി ക്ഷേത്രം. ഇവിടെ വള്ളിദേവിയുടെയും കുമാരസ്വാമിയുടെയും പരിണയം നടന്ന സ്ഥലം എന്ന പ്രത്യേകതയും ഉണ്ട്. അങ്ങനെയാണിത് വേളിമല എന്നറിയപ്പെടുന്നത്. വേളി എന്നാൽ വിവാഹം എന്നാണ് അർത്ഥം. പ്രണയിനികൾ അവരുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്ന ഒരു അമ്പലം കൂടിയാണിത്. ഇവിടേക്ക് പോകാനായി തക്കല വരണം. തക്കല നിന്ന് വേണം ഈ ചെറുഗ്രാമത്തിലേക്ക് പോകാൻ. പോകുന്ന വഴികൾ നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും വാഴത്തോട്ടങ്ങളും കൊണ്ട് അതിമനോഹരമാണ്. നല്ലൊരു ഗ്രാമ ഭംഗി കാഴ്ച നമുക്ക് കാണാനായി സാധിക്കും. അവിടെ എത്തിയാൽ ക്ഷേത്രക്കുളം കാണാം. അതും അതിമനോഹരമാണ്. അതിൻ്റെ നടുവിലായി ഒരു ഗണപതി അമ്പലം, അതും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ക്ഷേത്രക്കുളത്തിൽ ഇറങ്ങി കാലെല്ലാം നനച്ച് മുകളിൽ കയറിയാൽ ഉടൻ തന്നെ നമുക്ക് നാഗദൈവങ്ങളെ കാണാം. അതും തൊഴുതതിന് ശേഷം നമുക്ക് 40 കുത്തനെയുള്ള പടികൾ കയറി അമ്പലത്തിലെത്താം. അവിടെ നിന്ന് നമ്മൾ താഴേക്ക് നോക്കിയാൽ ഓപ്പോസിറ്റായി തലമുണ്ടനം ചെയ്യുന്ന ഒരു സ്ഥലം നമുക്ക് കാണാനായി കഴിയും. നിരവധി കുഞ്ഞുങ്ങളെയും മുതിർന്നവരും ഇവിടെ വന്ന് നേർച്ചയായി തലമുണ്ടനം ചെയ്തു പോകുന്ന കാഴ്ചയും നമുക്ക് കാണാം. അവിടെ കുളിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. തലമുണ്ടനം ചെയ്തതിന് ശേഷം മാത്രമാണ് കുളിയും കഴിഞ്ഞാണ് ഭഗവാനെ ദർശിക്കാനായി കയറുന്നത്. കയറിയാൽ ഉടൻ തന്നെ നമുക്ക് കല്യാണ വിനായക രൂപം കാണാം. അത് കല്യാണത്തിന് സഹായിച്ച വിനായകനെയാണ് ആദ്യം നമ്മൾ തൊഴുക. അതിനുശേഷം നമുക്ക് ശ്രീകോവിലിനകത്ത് കയറാം. അവിടെ 8 അടി 8 ഇഞ്ച് പൊക്കത്തിലുള്ള ശ്രീ മുരുക പ്രതിഷ്ഠയെ വണങ്ങാം. ഒറ്റക്കല്ലിൽ തീർത്ത വിഗ്രഹം ആണിത്. അതിനടുത്തായി തന്നെ 6.5 അടി ഉയരത്തിലുള്ള വള്ളീദേവിയുടെ പ്രതിഷ്ഠയും ശ്രീകോവിലിനകത്ത് കാണാം. കൂടാതെ മഹാദേവർ, ശിവഗാമി ഈ ദേവതകളെയും കാണാം. ഇവിടെ കുമാരസ്വാമിക്ക് അറുമുഖ നായനാർ എന്നൊരു വിളിപ്പേരും കൂടെയുണ്ട്. കുമാരസ്വാമിയെ വെള്ളിക്കുതിരപ്പുറത്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്ന ചടങ്ങ് നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന ഒന്നാണ്. ആ കാഴ്ച കാണാനായി 10,000ങ്ങളാണ് റോഡിൽ കാത്തുനിന്ന് സ്വാമിയെ വണങ്ങാറ്. അമ്പലത്തിലെ ഐതിഹ്യമായി പറയുന്നത് ഇപ്രകാരമാണ്. നാഞ്ചി നാട്ടിലെ കുറവ രാജാവായ നാഞ്ചിലിൻ്റെ പുത്രിയായിരുന്നു വള്ളീദേവി. വള്ളീദേവിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച സുബ്രഹ്മണ്യ സ്വാമി അതിനുള്ള തയ്യാറെടുപ്പോടുകൂടി വേളിമലയിലെത്തി. സഹോദരൻ ശ്രീ ഗണപതിയെയും കൂട്ടി ആനയുടെ രൂപത്തിലാണ് ഗണപതി ഭഗവാൻ എത്തിയത്. വള്ളീദേവി കാട്ടാന മതമിളകി വരുന്നതാണെന്ന് ഭയന്ന് പേടിച്ച് ഓടി എത്തിയത് സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ അടുക്കലാണ്. സുബ്രഹ്മണ്യ സ്വാമിയെ ദർശിച്ച മാത്രയിൽ തന്നെ വള്ളീദേവി ആകൃഷ്ടയായി. അങ്ങനെ ശ്രീ ഗണപതി ഭഗവാന്റെ സാന്നിധ്യത്തിൽ രണ്ടുപേരുടെയും വിവാഹം നടന്നു. അതാണ് ഇവിടുത്തെ ഐതിഹ്യമായി പറയുന്നത്. എന്തായാലും വളരെ കൊത്തുപണികളോട് കൂടിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അതിമനോഹരമായ ഒരു അമ്പലം തന്നെയാണിത്. ധാരാളം തമിഴ്നാട്ടുകാരുടെക്കാളും നമ്മളെ കേരളീയരാണ് ധാരാളമായി അവിടെ എത്താറ്. അത് ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇവിടുത്തെ പ്രധാന ഉത്സവമായി പറയുന്നത് തമിഴ് മാസമായ പങ്കുനിയിലെ അനുരാധ നക്ഷത്രത്തിൽ കുമാരകോവിലിൽ 7 ദിവസത്തെ ഉത്സവം തുടങ്ങും. വള്ളിപ്പരിണയ ചടങ്ങോടുകൂടി ഇത് അവസാനിക്കും. മറ്റു ഉത്സവങ്ങൾ വൈകാശി വിശാഖം, തൈപ്പൂയം, സ്കന്ദഷഷ്ഠി, കാവടി എന്നിവയാണ്. എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു അമ്പലവും ചുറ്റുപാടും തന്നെയാണ്. തീർച്ചയായും ഈ ചെറുഗ്രാമം നമ്മൾ പോയി ഒന്ന് കാണണം. അത്ര മനോഹരമാണ്. ഇവിടേക്ക് എത്താനായി തക്കല നിന്ന് 3 കിലോമീറ്റർ ദൂരവും നാഗർകോവിൽ നിന്ന് 15 കിലോമീറ്റർ ദൂരവും തിരുവനന്തപുരത്ത് നിന്ന് 45 കിലോമീറ്റർ ദൂരവുമാണ്. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിൽ ബസ്സിൽ കയറിയാൽ തക്കല ഇറങ്ങാം. തക്കല നിന്ന് എപ്പോഴും കുമാരകോവിൽ ബസ് കിട്ടും. അതിൽ കയറിയാൽ നമുക്ക് അമ്പലത്തിൻ്റെ നടയിൽ ഇറങ്ങാനായി സാധിക്കും. എപ്പോഴും തിരക്കുള്ള ഒരു ക്ഷേത്രമാണ്. തീർച്ചയായും പോയി കാണണം. മുരുക ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും. കാണേണ്ട ഒരു അമ്പലം തന്നെയാണ്. തീർച്ചയായും ഒരിക്കലെങ്കിലും കണ്ടിരിക്കണം.
ബാക്കി നേർക്കാഴ്ചയായി കാണാവുന്നതാണ്.